ആ മതി അരമല ഒരു കാലെടുത്തേ വേണ്ട ഡയറ്റിംഗ് വലിയ പൈസ നോക്കിയിട്ട് കഴിക്കൂ. മതി മോനെ കഴിക്ക്. ടി പി സിമി അല്ലേ? ആ എന്നെ മനസ്സിലായോ? ഇല്ല. ചേട്ടാ ഒന്ന് വേഗം നടന്നേ, വെള്ളം വെക്കേണ്ടത് സിമി. അമ്പിളിക്ക് ഇഷ്ടായോ? എന്ത്? ഇവിടുത്തെ വീടും പരിസരവും നിഷ്കളങ്കരായ ഇവിടുത്തെ നാട്ടുകാരൊക്കെ? ആ 5:10 എത്തിയാതാ. അമ്പിളിക്ക് എയർപോർട്ടിൽ ജോലിയായ കാരണം ഫ്ലൈറ്റിന്റെ സൗണ്ടൊക്കെ ശീലമായി കാണൂല്ലേ? കേട്ടോ അമ്പിളി, എനിക്കും ഒരു പൈലറ്റ് ആകണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്ത് പറ്റി? ആ എനിക്ക് ഹൈറ്റ് പേടിയാണല്ലോ. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ ഇവനും വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. UK-ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകും. ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഒരു സെക്കൻഡേ അമ്പിളി വരൂ. മഞ്ജു ഒരു സെക്കൻഡേ. മാളു സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓ അതിനെന്താ. മാളു റീൽസ് ഒക്കെ ഇവിടെ ഒന്ന് എടുക്കാം. മുകളില് നല്ല വ്യൂ ആ ചേട്ടന് സ്ഥലം കൊടുക്ക്. പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? അതൊന്നും നടക്കില്ല. നീ ഒന്ന് പോയേ. എടി ഇന്നവിടെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ വന്നാൽ മതി. അതൊന്നും ശരിയാവില്ല. നീ ഒന്ന് മാറി. താമസം കൊച്ചേ, നീ ആ രാജലക്ഷ്മിയുടെ പെങ്ങളുടെ മോളല്ലേ? അതെ. ഡി കൊച്ചേ, അവിടെ നിന്നേന്ന് ഒരു കാര്യം പറയട്ടെ മോളെ. എന്റെ പൊന്നു വെച്ച് പിന്നെ പറയാം. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ അവിടെ നിന്ന് കയ്യും കണ്ണും കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ ചെറുക്കനാണെങ്കിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ചെറുക്കനാ. നീയോ തൊട്ടാ പൊട്ടുന്ന പ്രായം. എന്റെ മോളെ ആദ്യം നമ്മുടെ പുറകെ നടക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ നടക്കും. നമ്മൾ വളഞ്ഞൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഉമാരുണ്ടല്ലോ, ഈ തണുപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൈസൂർ, അതുപോലത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇവന്മാരെ പൂതിയൊക്കെ തീരുമ്പോഴത്തേക്ക് വേസ്റ്റ് പോലെ നമ്മളെ വലിച്ചങ്ങ് കളയും. പിന്നെ കിടന്ന് നിന്റെ ഈ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിനകത്ത് ഗൂഗിളില്ലേ, അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ ഇവന്മാരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കരഞ്ഞിട്ടോ വീട്ടുകാരോട് പറഞ്ഞിട്ടോ ഒന്നും യാതൊരു പറഞ്ഞത് എങ്ങോട്ട് കയറി കയറി പോകുന്നേ? പറഞ്ഞ എന്നെ അങ്ങ് വഴി തെറ്റിക്കുമല്ലോ. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂര്. എന്റെ കാര്യം നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി മോളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞതങ്ങോട്ട് പിടിച്ചില്ല. ഇവളൊക്കെ അനുഭവം വന്നേ പഠിക്കൂ. മോളെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മേ ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. അമ്പിളിയായി ഇനിയിപ്പോ ഞങ്ങളൊന്നും വേണ്ടല്ലേ, പുതിയ ബന്ധുക്കളൊക്കെ ആയല്ലോ. ആരും ചിരിച്ചില്ല മാവാ, ചമ്മിപ്പോയി. മോനെ എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് മോളെ പൊന്നുപോലെ നോക്കണേ മോനെ. ജീവിച്ചിരിക്കണേ നോക്കാം മാവാ. വിട് വിട്. അയാള് നമ്മുടെ ചക്കനൊക്കെ കൊല്ലു. ഇവരുടെ കൂട്ടത്തിലൊരു അമ്മാവനില്ലായിരുന്നോ? നിങ്ങളെങ്ങനെ അയാളെ കുടിപ്പിച്ച് കൊന്നോ? നീ ആവശ്യമില്ലാത്തവരൊന്നും പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. എന്നാ പിന്നെ ഇറങ്ങാം. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചുറുചുറുക്കുള്ള പയ്യനാ. വലിയ തന്നെ നല്ല ഇഷ്ടമായിട്ടോ ചേട്ടാ. നീ പോയില്ലേ? നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതെ കുറച്ച് കാര്യങ്ങൾ സാധനം അവിടെ ഇരിക്കുമല്ലേ? അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഞാൻ സെറ്റ് ചെയ്തിട്ട് വിളിക്കും. റെസ്റ്റ് എടുത്തോ? അല്ല ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്തോ? അല്ലാന്ന് അവിടെയൊക്കെ ആൾക്കാരൊക്കെയാണ്. റെസ്റ്റ് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ വിളിക്കും. അല്ല ഞാൻ അടിച്ചു സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ കേട്ടോ കേട്ടോ. എടുത്തോ. ഓക്കെ പോയി കിട്ടി കൊണ്ടാകും. അടുത്ത ഇനി പന്തൽ നോക്കി ഈ ഇടയിലുള്ള ഒന്നും കത്തണല്ലോ. മായവൾ നോക്കാം, ഊര് നോക്കാം. ആരും
ഏയ് നിങ്ങൾ ഇത് കണ്ടെങ്ങോട്ടാണ് ആ ടർസിൽ പോവാ, അവിടെയല്ലേ പരിപാടി. എടുത്ത് കള്ളല്ലത് പൂവാണ്. പോവാ പറ്റിച്ചാണെങ്കില ഉണ്ണികളിനാണ്, പറ്റിക്കും പറയാൻ പറ്റൂല. അതെ, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഒന്ന് കവർ ഓർന്ന് കാണിച്ചിട്ടില്ല പോടാ, എൻ്റെ ഒരു സമാധാനത്തിനാണ്. ഒന്ന് പോയിറക്ക. ചേച്ചി അളിയനോ? ഇതിനകത്തുണ്ട്. ആ അളിയാ ആരത്? അവിടെ പോയി കളിച്ചടാ. രണ്ടു വെച്ചടാ. സെറ്റല്ലേ? എല്ലാം സെറ്റ്. എന്താ കളിയത്? പൂവ് പൂവ് പൂവ്. ആ, പൂവും വേണ്ട പൂന്തളിരും വേണ്ട, ഉള്ളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? പരിപാടി തുടങ്ങണല്ലോ. ആളി ഒന്ന് പുറത്തിറങ്ങി ഇറങ്ങി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ഡെക്കറേഷൻ ഉണ്ട്. അളിയാ ഡെക്കറേഷൻ ബില്ല് വെച്ചോ. സുഗന്ധി ഫ്ലവേഴ്സ് കല്യാണഹാരം മുല്ലപ്പൂ റബേക്കേ ബൊക്കെ 16,500 രൂപയെ. കാശിറക്കിയുള്ള പരിപാടി എന്റെ കാശല്ലേ? ആരെ കാശായാലും പരിപാടി കളാണോ അല്ലേ? 16,500 രൂപയ്ക്ക് ഈ പൂവും പൂക്കലേക്ക് സെറ്റ് ചെയ്ത സമയത്ത് കുറെ കുപ്പി എടുത്ത് വെച്ചിരുന്നെങ്കിലോ? നാളെ ക്രിസ്മസ് ആണ്, ബിവറയിൽ അടുക്കാൻ പറ്റൂല. ഈ വത്സേട്ടനെ പോയി കണ്ടാൽ മതി, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. ആ ആ വന്നമ്മേ. അളിയനെ അറിയാലോ, അച്ഛന്റെ സ്ഥാനത്തല്ല ഞാൻ അളിയനെ കാണുന്നത്. ആകെയുള്ള ഫസ്റ്റ് നൈറ്റ് ആണ്, കൊളാക്കരുത് പ്ലീസ്. ചിക്കൻ ഫ്രൈ എടുത്തായിരുന്നോ? എടുത്തു. നീ നടക്ക്. എന്റെ കൺമണി കൺമണി. അല്ല സിമി, പാഴ്സലല്ലേ? സിമിക്ക് എന്നെ ഓർമ്മയില്ലേ? ഇല്ല. സിമിയുടെ കല്യാണം കഴിഞ്ഞോ? ഇതെന്റെ മോനാ. മോനോ? ആ, എന്താ മോന്റെ പേര്? ശരൺ. ശരൺ. നൈസ് നെയിം. പണ്ട് തുരുത്ത് സ്കൂളിൽ വെച്ച് 3ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് സംഘനൃത്തം ചെയ്തിട്ടുണ്ട്. നമുക്കായിരുന്നു ഫസ്റ്റ്. സിമിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഞാൻ ഈ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ. ടി വിയിലുണ്ടായിരുന്നു, മുട്ടം വൈറലായിരുന്നു. പിന്നെ ഫസ്റ്റ് റൗണ്ട് തന്നെ പോയില്ലേ? താടി അവന്റെ ശൃംഗാരം കൂടെ പഠിച്ചതാ, കൂട്ടുകാരിയാ, ക്ലോസ് ഫ്രണ്ടാ. അവിടെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്ലോസ് ഫ്രണ്ട് ആണെന്ന്. ക്ലോസ് ഫ്രണ്ട് എന്ന് വന്നേ, വാ. ഈ വാർപ്പെടുത്ത് ഒന്ന് ഫ്രണ്ടിലോട്ടെന്ന് വെച്ചേ. ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ ഈ വാർപ്പെടുക്കാൻ വേണ്ടി ഞാൻ 4 വരെ വിളിക്കാൻ പോവല്ലേ? പന പോലെ വളർന്നില്ല. നിന്നെ കൊണ്ട് സാധിക്കും. ഇങ്ങോട്ട് വാ. നിങ്ങൾ പിടിച്ചേ. പിടിക്കാം. പോക്കോ പോട്ടെ. ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം കേട്ടോ. അങ്ങനെ ഒരു കാലം. അളിയ നിനക്ക് കിട്ടുന്ന സോങ് ആയിരുന്നു. ജസ്റ്റ് മിസ്. നല്ല സോങ് ആയിരുന്നു, വിധിച്ചിട്ടില്ല. പിന്നെ ഞങ്ങള് മതി നിർത്ത്. ഇതിപ്പോ നമ്മൾ മാത്രം അറിഞ്ഞാ പോരല്ലോ. അജി, ഇവിടെ വീട്ടുകാരെ കൂടെ വിളിക്ക്. അമ്മേടെ കാര്യം. അംബികെ അംബികെ ഒന്നിട്ട് വന്ന്. കമ്പിളിയുടെ നാത്തൂനാ. ഹലോ ഹലോ, നിങ്ങളുടെ മോൾ ഇവിടെ വെള്ളം ഒടിച്ചിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാളും പെട്ടെന്ന് വരണം. എന്താ? അല്ല, വെള്ളം ഒടിച്ച പ്രശ്നം. അതെ, ഒന്ന് നിർത്തി പറയൂ. നിങ്ങളുടെ മകള് മദ്യപിച്ച് ഇവിടെ ലേശം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി വന്നിട്ട് പറയാം. അവരെന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഇനി അവരടിച്ചിരിക്കണോ? അതെ, ഇവിടെ നടന്ന കാര്യം ആരെങ്കിലും പുറത്തു പറഞ്ഞോ എന്റെ തനി സ്വഭാവം അറിയും. മനസ്സിലായാ? ഹലോ, എടി നീ അറിഞ്ഞാ? എന്തറിഞ്ഞാന്ന്? എടി നമ്മുടെ ആരോമലില്ലേ, ആരോമലിന്റെ പെണ്ണ് ഇവിടെ വെള്ളം അടിച്ചിട്ട് ഭയങ്കര വിഷയമെന്ന്. കല്യാണ പെണ്ണാ? അയ്യോ, എന്നിട്ട്? നീ ഇതാരോടും പറയാൻ നിക്കണ്ടേട്ടാ. ഓക്കെ എന്നാ വെച്ചോ. അല്ല, വെക്കല്ലേ. പെണ്ണുങ്ങളോട് ഇങ്ങനെ പറഞ്ഞാലേ 10 പേരെടുത്ത് കൂടുതൽ പറയത്തുള്ളൂ. ഇനി അടുത്താരാ? സീഡ് സുധ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരോട് അറിയും. അല്ലേ വേണ്ട, ഗ്രൂപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും അറിഞ്ഞോളൂ. പ്രിയ ഗ്രൂപ്പിലെ അംഗങ്ങളെ,
ഇനിയുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അപ്പപ്പോ വോയിസ് ആയിട്ടിടാം. അപ്പോൾ എല്ലാവരും അത് കേട്ടിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ? പട്ടി മോര് ആർക്കാ? അമ്പിളിക്ക് കൊടുക്കണ്ടേ? ഈ ഒരെണ്ണം കൊടുത്ത് എന്റെ ക്ഷീണം അവിടെ മാറിയിട്ടില്ല. നീ എത്ര വെച്ചിട്ടുണ്ടായിരുന്നു? ഇത്ര ചോദിച്ചു. ശരിക്കും പറയും. 2 രൂപ ചോദിച്ചു. എന്താ നിന്റെ കുഞ്ഞൻ വരെ മോനില്ലേ ഒരു വെട്ടുള്ള സ്വഭാവത്തിന് കൊടുത്തുള്ളത്. ചാവാഞ്ഞ് നിന്റെ ഭാഗ്യം, മനസ്സിലായ? നീ അമ്പിളിക്ക് ഒരു ഫുൾ ഗ്ലാസ് വെച്ചെടുത്താ? കൈ വിറച്ചു ഒഴിച്ചപ്പം ഏതാണ്ട് ഫുൾ ഗ്ലാസ്. ഫുൾ ഗ്ലാസ് വരെ നിന്റെ കൈ വിറച്ച്? ഏതാണ്ട്. ഞാൻ തന്നെ തെറ്റിയതാ എൻ്റെ അടുത്ത്. ഒരു കല്യാണമല്ലേ കഴിച്ചോളൂ. കൊടുത്താണ്ടല്ല ഇവൻ കുടിക്കുന്ന പോലെ കട്ടൻ ചായ കുടിക്കുന്ന പോലെ എല്ലാവരും കുടിക്കുന്നവന്റെ ധാരണ തരാട്ടാ എനിക്ക്. സൂപ്പറായിട്ടുണ്ട്. ബാ ഓയാ ഉണ്ണി ഞാൻ വരാറായോ? വരാറായിട്ടില്ല. വരാറാകുമ്പോ ഞാൻ പറയാം ട്ടാ. പോവാ. ഊട്ടിയിലാ പോയെ? എങ്ങാണ്ട് ടൂർ പോയ കഥ പറഞ്ഞോണ്ടിരിക്കുക. ടൂർ പോയാ അങ്ങനെ ഞങ്ങള് പിറ്റേന്ന് രാവിലെ തന്നെ ഒരു ഭയങ്കര മഞ്ഞുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തോടു കൂടി ഇങ്ങനെ നടന്ന് ആ ഒരു പുഴയുടെ അടുത്തെത്തി. പുഴയിൽ ഒരു ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ കയറി ഞങ്ങൾ ചവിട്ടി. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് ചോദിച്ചാൽ പ്രശ്നമില്ലല്ലോ? ഇല്ല. വേറെ ഒന്നുമല്ല, ഓരോ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ ആണല്ലോ. അപ്പം അമ്പിളിക്ക് അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ഡീൽ ചെയ്തോളാം. ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ആണോ? എനിക്ക് നാണം തന്നെ. അമ്പിളിക്ക് വരുന്നുണ്ടോ? നൈസ് സ്മൈൽ. എന്റെ മോളെ നീ കുറെ നേരമായല്ലോ ചവിട്ടാൻ തുടങ്ങിട്ട്. ഉണ്ടായ കാര്യം പറ. ബോട്ട് ചവിട്ടി പുഴയുടെ നടുക്ക് ചെന്നപ്പോ അല്ല ഞാൻ ചോദിച്ചു, ചെന്നപ്പോ അവരെനിക്ക് തന്നു. എന്ത്? ഊട്ടിപ്പൂവാ? അതെന്ത് പൂ? ഹെലിക്രിസം പ്രാക്ടീറ്റാ. എന്റെ ദൈവമേ. ആരോലെ നീ അവള് റൂമിലേക്ക് കൊണ്ടുപോയേ. അവള് കുറച്ചു നേരം കടന്ന് ഉറങ്ങട്ടെ. ബാമ്പടി നിന്റെ കല്യാണത്തിന് ആരെ വിളിച്ചില്ലേലും നീ എന്നെ വിളിക്കണം, ഒരു കുപ്പി എടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം തീർന്നു. എന്റെ പൊന്നിട്ട് നീ കാണിക്കണം. നീ എന്നെ കൊള്ളാൻ കൊണ്ട് നടക്കണം മനുഷ്യ. ഞാൻ ഇവിടുത്തെ പ്രശ്നം ഒന്ന് തീർക്കട്ടെ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ നീ വിട്ടോ. ശരി. കൊച്ചിന് കണ്ണു കൊടുത്തേ. ഇനി കുഴപ്പമില്ല, ഞാൻ കൊച്ചിന് കണ്ണു കൊടുത്തേ. അമ്മ ഞാൻ അമ്മാവന്റെ ചിച്ചിരി ചുണ്ടി എന്റെ കൊച്ചിനെ കൊച്ചിനാണ് കണ്ണു കൊടുത്തേ. നിങ്ങളാണ് കൊച്ചിന് കണ്ണു കൊടുത്തേ. ആരാണ് കൊച്ചിന് കണ്ണു കൊടുത്തേ? നീയാണ് കണ്ണു കൊടുത്തേ. മോൻ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തായിരുന്നോ? ഇല്ല. അല്ല എന്തെങ്കിലും കലക്കി കൊടുത്തോ കൊച്ചിന്? ഇല്ല. എന്തെങ്കിലും അമ്മാവാ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ തന്നെ കൊച്ചു വിഷമിച്ചിരിക്കണം വെറുതെ കള്ളുടിച്ചിട്ട്. നിങ്ങളിങ്ങനെ എല്ലായിടത്തും തണ്ടി നടന്നു. അതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ എന്തായി? ഒന്നുമില്ലെന്നേ, ഒരു പ്രശ്നമില്ലെന്നേ. പിള്ളേർക്ക് ഇവിടെ കുടിക്കാൻ കുറച്ച് ആൽക്കോൾ വെച്ചു. മോൾ അത് അറിയാതെ എടുത്ത് കുടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ 3 നേരം ആൽക്കോൾ ആണല്ലോ നിങ്ങളുടെ പിള്ളേര് കഴിക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത്? എന്താ നിനക്ക് വേണ്ടത്? സുജിത്ത് വാസുനെ കാണണം. എന്താ? എനിക്ക് സുജിത്ത് വാസുനെ കാണണം അച്ഛാ, ഇപ്പൊ തന്നെ കാണണം. എന്താ മോളെ നീ പറയുന്നത്?
കറക്റ്റ് ടൈമിൽ സെൽഫ് എടുക്കണല്ല. കീ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാടി. അമ്മയ്ക്ക് ഇങ്ങനെ അമ്മ കള്ളു കുടിച്ചിട്ടില്ലേ? വണ്ടി ഓടിക്കണ്ട. എടി നിന്റെ തന്ത ചത്ത് 3 മാസമായപ്പോ മുതൽ ഈ വണ്ടി ഓടിച്ചു തുടങ്ങിയതാ. എനിക്കറിയാം എങ്ങനെ ഈ വണ്ടി ഓടിക്കണമെന്ന്. പോയി വണ്ടി കയറി. ആ ഉണ്ടളിനെ കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് വന്നേ. ചെക്കനെ കൊണ്ടുവന്ന് പോരുത്. നീ അങ്ങോട്ട്. നീ വരുന്നില്ലേ? നീ ഹാപ്പി ആയില്ലേ? അമ്മേ പോണെന്ന് നിർബന്ധമുണ്ടോ? എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വണ്ടി കയറാ. ആ കേറില്ലോ അമ്പിളി. അമ്മേ എന്റെ പൊന്നളി അനിയൊക്കെ വണ്ടി റേഡിയാക്കി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക. പോണ്ടേ നമുക്ക്? നമുക്ക് പോകുന്ന വഴിക്ക് അടിക്കാന്ന് വാന്ന് പോളി അങ്ങോട്ട് പോ. അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും ഈ സംഭവം നമ്മുടെ നാട്ടുകാരെ അറിഞ്ഞാണ്. ഇനി അവിടെ പോയി ആ നാട്ടുകാരോട് അറിയിക്കണോ? സംഭവം നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിലും വാദി പ്രതിയാകും. ഞാൻ തൂങ്ങും. ഞാൻ ഉദ്ദേശിച്ചതേ നാളെ നേരം വെളുക്കുമ്പോ അമ്പിളി എന്താ പറഞ്ഞതെന്ന് അമ്പിളിക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല. ചില സമയത്ത് ഞാൻ എന്താ പറയണെന്ന് എനിക്കും ഒരു ഓർമ്മ ഇട്ടാറില്ല. പിന്നെയാണ് അമ്പിളിക്ക് അയ്യേ പട്ടി അടിക്കാനായിട്ട്. സുജിത് വാസുവിനെ ഷാറുഖ് ഖാനെയൊക്കെ നാളെ രാവിലെ കട്ടിത്തന്നാ മതിയോ? ആ ഞാനിവിടെ പറഞ്ഞെടുത്തത് ചേച്ചി. ചില നേരത്തെ എനിക്ക് ഓർമ്മ. ചേച്ചിക്ക് നല്ല ഓർമ്മയാണ്. ഈ താങ്ക് ഗോഡ്. അമ്മേ അതാ ഞാൻ പറഞ്ഞത്. നാളെ നേരം വെളുക്കുമ്പോഴേക്കേ എല്ലാം ഒന്ന് കലങ്ങി തെളിയും. എന്നിട്ട് പോരെ നമുക്ക് അങ്ങോട്ട് പോവല്. ഇപ്പൊ വെറുതെ ഡീസൽ കത്തിക്കണോ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ നീ ഒന്ന് വണ്ടി ഇറങ്ങിയേ. ഇറങ്ങ്. അമ്മ സീരിയസ് ആണ്. അമ്മ എല്ലാം കാര്യമായിട്ട്. അതെ നിന്റെ അളിയൻ ബാക്കിലെ വണ്ടി കൊണ്ട് വരുന്നുണ്ടല്ലോ. നിനക്ക് പോണെങ്കിലേ ആ വണ്ടി കയറി പൊക്കോ. ഞങ്ങള് പൊക്കോളാട്ടാ. അജി മുന്നോട്ട് വന്നിരുന്നേ. നീ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ അല്ല? നീ വണ്ടി ആണാണോ പെണ്ണാണോ നോക്കണോടാ? വണ്ടി ഓടിക്കണേ. നീ അടിക്ക് നോക്കിയ സമയത്തൊന്ന് തോളെ താങ്ങിട്ട് ഞാൻ വലിച്ച് കരക്കിട്ടേനെ. പിന്നെ നിനക്ക് പറഞ്ഞൂടായിരുന്നോ പ്രാന്ത? പറഞ്ഞല്ലേ നീ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇത് വണ്ടി എടുക്കാൻ വരട്ടെ. കുഴിയുണ്ടെന്ന്. നിനക്ക് വണ്ടിയും ഡ്രൈവിംഗിനെ കുറിച്ച് എന്തറിയാം? ഒന്നാമത് വലത്തോട്ട് ഇന്ത്യ ഇട്ടിട്ട് ഇടത്തേക്ക് ഓടിക്കണം. റൂട്ട് നോക്കിയാൽ മതി കേട്ടാ. എന്തുട്ടത് അജി മോളെടുത്ത് കുഴിയിലിട്ടൂലേ? നിനക്ക് ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റൂ? നീ എത്ര അടിച്ചിട്ടുണ്ട്? അതിനിതൊക്കെ ആരുണ്ടെന്ന് ആ കുടിക്കാത്ത ആരെങ്കിലും കിട്ടുമോ സജീവ? അല്ല നമുക്കിത് ജസ്റ്റ് ഒന്ന് തോളി താങ്ങിയല്ലേ വലിച്ച് കരക്കണം. ആരാ വിളിക്ക്? സനുണ്ട്. സനു കുടിച്ചിട്ടില്ല. അവനെ വിളിക്ക്. അവന് ലൈസൻസ് ഒന്നുമില്ല. ലൈസൻസ് ഒക്കെ അവൻ എന്റെ കൂടെ ടിപ്പറിലുണ്ടായിരുന്നല്ലേ? വിളിക്കവനെ. ഈ ലൈസൻസ് ഒരു കാര്യം ചെയ്യും. നമ്മൾ 3 പേരല്ലേ? 3 പേർക്ക് കൂടി ആ ഉണ്ണിളിയാ ഞാനേ ഇവിടെ ഒരു പടിഞ്ഞാറേപ്പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോ അങ്ങനെ വരോ? എന്താ നടക്കണത്? ഒന്നും പറയണ്ട. അത് വലിയ കഥയാണ്. ഞാൻ അമ്മക്ക് ചെറുതായിട്ടൊരു മോട്ടിവേഷൻ കൊടുത്തേണ്. എന്നെ വഴിയിലിറക്കി വിട്ട്. നീ അവിടെ തന്നെ നിന്നോട്ടാ. 3-3.5 മിനിറ്റ്. ഞാൻ തോളെ കയറ്റിട്ടുണ്ട്. സജീവാ അത് നടക്കില്ല. ചെക്ക വരട്ടെ. അമ്മയിലെ സമയത്ത് അവരൊക്കെ ഓണം തണ്ടിക്കാൻ നിൽക്കും. വണ്ടി എടുക്ക. നമ്മുടെ പെങ്ങളുടെ പേരിലുള്ള വണ്ടിയാണ്. സൂക്ഷിച്ചൊക്കെ ഓടിക്കണോട്ടാ. മതി മതി. ഓണാക്കടാ. അനിയ ബാക്കിൽ ഒരു ഊട് വെച്ച്. ഇതിനി മുന്നോട്ട് പോകാൻ തോന്നില്ല ചേട്ടാ. ചാവി കേറുന്നില്ല. നീ വന്നിട്ടെ. കണ്ടാ കേറുന്നില്ല. കള്ളുടിച്ചോ നീ? ഏയ് കള്ളുടിച്ചില്ലേ?
കുറച്ച് ബീർ കഴിച്ചിട്ടുണ്ട്. കുറച്ചുള്ളൂ. എന്തോരം? ഒരു ഗ്ലാസ്സാ? 2 രൂപ? 3 രൂപ? നോണ പറഞ്ഞ നാട്ടക്കവൻ. ഓടാ സജീവ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടാ ഈ പഞ്ചായത്തില്? മനോജേട്ടനാ. ഞങ്ങൾക്ക് രാത്രി തേങ്ങ മോഷണമുണ്ടോ? ലേറ്റായി കളിയാ? നീ കറക്റ്റ് ടൈമിൽ വന്നിട്ട്. ഇതെന്തായാലും ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്? നീ അത് കണ്ടിട്ടെ, നമുക്ക് അമ്പിളി വീട് വരുന്ന പോണം. ഓ മനോജ്, നീ എപ്പോ വരാന്നോട്ട് പോയേ? ചെന്തെങ്ങിന്റെ കൊല കിട്ടേണ്ട കളിയാ? നിന്റെ അവിടെ ഇതാ ചെന്തങ്ങ്? ആ നീ വണ്ടി എടുത്തേ. ഓ വന്നേ, ആ സൈക്കിൾ നോട്ട് മാറ്റി വെച്ച് കേറ്. പിടിക്കടാ, ബാഗിൽ പിടിക്കും. എന്റെ പുത്തങ്കാവിലമ്മേ. എങ്ങനെയാ, ഡെയിലി അടിയുണ്ടോ? ആ, പലപ്പോഴും. ഇത് നല്ല പവറുള്ള സാധനമാണെന്ന് തോന്നണ്ടല്ലേ? എടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരൊറ്റ പെക്കടിച്ചു കഴിഞ്ഞാൽ ഒരു 2-2.5 പെക്കടിക്കുന്നതിന്റെ ഒരു എഫക്റ്റാ. പെട്ടെന്ന് അയ്യോ, അടുത്ത മാറണം. 3-4 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ കിടക്കും. അളിയൻ സാഗറേ, അളിയ ഞാനിത് ലൂബിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുക. നമുക്ക് അടിക്കണ്ടേ? എന്തൊട്ട് സാധനം നീ കൊണ്ടേ? അടിപൊളിയായിരുന്നല്ലേ? ഈ കല്യാണം വീട്ടിലെ സമാധാനങ്ങൾ എന്തിനാ? എപ്പോ? അതിന്റെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ പോണേ. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ടാ. അന്ന് അളിയൻ പോയിട്ട് വന്നിട്ട് നമുക്ക് അടിക്കാം. അടിക്കണല്ലേ? സമയം കുടുംബം ഉണ്ടാക്കണോട്ടാ, ശ്രദ്ധിച്ചോ. നീ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ട് സജീവേട്ടാ, നിങ്ങളെ തേങ്ങ എടുത്ത് ചമ്മന്തി അരച്ചോ. നമുക്ക് രാവിലെ സജീവ, എന്താ പ്രശ്നം? നീ കൊണ്ടുവന്ന സാധനം തന്നെ കൊള്ളാട്ടാ. ട്രിപ്പ് മിസ്സായല്ലോ. നീ സിംഗറിന്റെ കരിക്കും കൂട്ടി പറഞ്ഞ അടിക്കാം. അവന്മാരെ സാധനം അടിച്ച് തീർത്തെന്ന് തോന്നും. അതാണ് ഈ പ്രശ്നമല്ല. വീര്യം കൂടിയ സാധനം അടിച്ച് എല്ലാവർക്കും വട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും തീർന്നല്ലേ? എന്റെ പൊന്നേട്ടാ, ഞാൻ ആ പിള്ളേരുടെ അടുത്ത് മര്യാദക്ക് അടിച്ചിട്ടിരുന്നല്ലേ? ഇപ്പൊ അതുമില്ല ഇതുമില്ല. ഇപ്പൊ വേറെ എങ്ങനെയാലും സംഘടിപ്പിക്കാനാ. പിന്നെ ഈ ക്രിസ്മസ് ആയിട്ട് ഇപ്പൊ എന്തുകൊണ്ട് സംഘടിപ്പിക്കാൻ? എവിടെ നിന്ന് കിട്ടാൻ? നീ ഒന്ന് അടങ്ങിക്കേ. നീ ഓസിന് മൂഞ്ഞാൻ വന്നവനല്ലേ? അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. അല്ല. ഈ ബിവറേജൊക്കെ എന്തിനാണോ രാത്രി 9 മണിയാകുമ്പോൾ അടയ്ക്കുന്നത്? എന്താ അമ്മയുടെ പ്രശ്നം? അമ്മയുടെ പ്രശ്നമൊക്കെ ഞാൻ പറയാ. 3.5 മിനിറ്റ് അല്ലേ പറ്റിച്ച്. പിന്നെ വരുന്നില്ലേ? തലയിൽ കൂടി ചാടിക്കയറാൻ പറ്റും. ഇങ്ങോട്ട് ഇറങ്ങാണ്ട് പണ്ടാറും സെറ്റിക്കായി കഴിഞ്ഞാൽ അവള് സുജിത്വാസുന് കെട്ടും. നീ വരുന്നുണ്ടോ? ആ എന്താ നീ ഒന്ന് ഇപ്പുറത്തേക്ക് വന്നിരിക്കോ? എന്തുപറ്റി? നോക്കടി. നീ അജിതേ, നീ ഒന്ന് ഇപ്പുറത്തേക്ക് വന്നിരുന്നേ. അച്ഛൻ മരിച്ചപ്പോ തൊട്ട് അമ്മയല്ലേ വണ്ടി ഓടിക്കണേ. അമ്മ തന്നെ ഇരുന്നാ മതി. അവര് നോക്കി. ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ടേ, ഇനിയിപ്പോ അവര് ചെയ്തോളൂ. വരുന്നുണ്ട്. എല്ലാരും കൂടെ എങ്ങോട്ടാണ് ഈ സമയത്ത്? അത് വണ്ടിയുടെ ബുക്കും പേപ്പറും ലൈസൻസും ഒക്കെ ഒന്ന് എടുത്തേ. എടുക്ക. സാറിനെ കാണിച്ചിട്ട് വരാം കേട്ടോ. മിണ്ടി നിന്റെ വാലിയ തുണി തിരിക്കും. ആ അപ്പനൊക്കെ വന്നാ ചോദിക്കണം. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. ട്രിപ്പാണെങ്കിൽ ആലപ്പുഴ പോകുമ്പോ ഫുള്ള് വെള്ളമല്ലേ? ശരി ന്യൂ ഇയറിന് പോകാനാണെങ്കിൽ വർക്കല പൊളിയാണ്. വർക്കലക്ക് വേണോ വാർക്കപ്പടിക്ക് വേണോ ഞാൻ തീരുമാനിച്ചോളാം. മരിക്കാണെങ്കിൽ സാറേ സാറേ വണ്ടി ഒന്ന് നോക്കിയേ. എന്തൊരു പ്രശ്നം. ചേച്ചി സാറ് കോൾ ലിസ്റ്റ് നോക്കിയോ സാറേ? ഞാൻ വിളിച്ചിട്ടില്ല. ബുക്കും പേപ്പറൊക്കെ കറക്റ്റ് അല്ലേ? പേരെന്താ? എന്റെ പേര് ഉമേഷ്. ലേഡീസ് മാത്രമേ ഉള്ളൂ.
താമുഖം ആ രാജലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂൾ. ഇതാര്? എന്നെ മനസ്സിലായോ? ഒന്നും പറഞ്ഞേ, ആരാന്നൊന്നും പറഞ്ഞേ. എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പ്രായ ഇപ്പോൾ ഓർമ്മയൊക്കെ പോയി തുടങ്ങിയില്ലേ. ഞാൻ കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് അവിടെ, ബെന്നി, 2012. നീയോ? അയ്യോ, നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നീ പോലീസിലാ? പോലീസിലേക്ക്. ഇത് എങ്ങോട്ട് രാത്രിയിലായിരുന്നു കൂടി? ഇന്ന് എന്റെ മോന്റെ കല്യാണായിരുന്നു. ഇതെന്റെ മരുമോളാ. രാത്രി ആയിപ്പോ അമ്മയെ കാണുന്നു. അയ്യോ പാവം. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. എങ്ങോട്ടാ സ്ഥലം? എവിടെയാ? വൈപ്പിൻ ഭാഗത്തേക്കാ. നിങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോണേ. ഈ കുട്ടി അമ്മയുടെ ഇങ്ങോട്ട് വരാൻ. അയ്യോ, അവൾ നമുക്ക് തീരെ വയ്യ. രാത്രി യാത്രയൊന്നും പറ്റില്ല. അതാ. എന്താ ടീച്ചർ, വണ്ടിക്കൊരു മാറ്റമില്ലല്ലോ. ഇവന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഞാൻ പെട്ട പാട്. 2 തവണ ടെസ്റ്റ് എടുത്തിട്ടാ ഇവൻ പാസ്സായത് തന്നെ. സ്റ്റിയറിംഗ് കൈ പിടിച്ച അപ്പ തുടങ്ങും കൈവറ. ഓ, ഇവനെ പോലെ ഒരു മരക്കഴങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടില്ല. ടീച്ചർ, ഞാനിപ്പോ ഒരു എസ് ആണ്. എന്തിനാ വെറുതെ ഇതൊക്കെ പറഞ്ഞോടെ? പണ്ടിവന് ചിറ്റേപ്പാടത്തെ വഴി കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പേ ഓപ്പോസിറ്റ് ഒരു ലോറി വന്നു. അപ്പം തുടങ്ങിയത് അവന്റെ കൈവറ. വണ്ടി അടുത്തേക്ക് വന്നപ്പോ ഉണ്ടല്ലോ, ഇവൻ സ്റ്റിയറിംഗ് ഒരു ഒറ്റ വെട്ടിക്കല. വണ്ടി നേരെ കണ്ടത്തില്ല. അന്ന് അവരവിടെ പറഞ്ഞ തെറി എന്റെ ജീവിതത്തിൽ ഞാൻ മറന്നിട്ടില്ല. അല്ലടാ. ടീച്ചർ ഒന്ന് ഊതി, ഒന്ന് ഊതിക്ക്. ഊതി ടീച്ചറെ. അത് ശരി. ടീച്ചർ രണ്ടര കീച്ചുണ്ടല്ലേ? ഞാൻ അത് അല്ല ബെന്നി, അത് സാറേ, ആ വളവ് വരെ എന്റെ മോളാ ഓടിച്ചത്. ഞാനത് ഇപ്പൊ കേറിയതേ ഉള്ളൂ. ശരി, ടീച്ചറോട് മാറിയെന്നേ. ഒന്ന് ഊതി. ടീച്ചറേ, മെഷീൻ കേടാണ് സാറേ. കേടാ, വെള്ളം അടിക്കണേ ശരീരത്തിന് കേടാ. പ്രശ്നമാണല്ലോ ടീച്ചറെ. ഇതിപ്പോ 10,000 20,000 കിട്ടേണ്ടി വരും. അല്ല, അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മോനെ ബെന്നി, അല്ല ബെന്നി സാറേ, ഞാൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ടീച്ചറല്ലേ, ഒറ്റ തവണ പരിഗണിച്ചൂടെ? അതൊന്നും നടപടിയാവണ കേസല്ലെന്നേ. നീയും വിട്ട് ഒരു പരിപാടിയില്ല. ബന്ധം സ്വന്തം നോക്കാൻ പറ്റുന്നില്ല. പഴയ പേടുത്തോണ്ട് ബെന്നിയൊന്നല്ല ഞാൻ. ഈ കാക്കി ദേഹത്ത് കയറിയപ്പോ ഞാൻ ഇങ്ങനെയാ. പോയി കിട്ടി. ഇതേതാ സ്ഥലം മനോജ് ചേട്ടാ? ഞാനും അതാ ഇപ്പൊ നോക്കുന്നേ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു വഴി തെറ്റിയോന്ന്. അമലു, ഗൂഗിൾ മാപ്പ് എന്താ പറയുന്നേ? മാപ്പ് പറഞ്ഞു നേരെ പോവാൻ. നോക്കിയേ, സ്ഥലത്തിയാ? ഏതോ സ്ഥലത്തി. റോഡോടെ പോയി മനോട്ടാ. സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. അടിയോ, എന്തുട്ടുണ്ടായി? അമ്പിളിയുടെ വീട് പുഴയെടുത്ത് പോയാ? ഈ ജീപ്പിന് ഒരു വാതിലൂടെ വേണം. ബുദ്ധിമുട്ടാണല്ലോ. എന്റെ മനോജ്, എപ്പ വണ്ടി ഓടിച്ചാൽ നീ പരാജയല്ല. എന്റെ അളിയെ എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയില്ലേ വണ്ടി ഓടിച്ചേ. എന്നിട്ട് ഗൂഗിൾ മാപ്പ് എന്താ പറയണേ? ഗൂഗിൾ മാപ്പ് പറഞ്ഞു നേരെ പോയാ മുങ്ങിച്ചാവും. ഇങ്ങട്ടാ അളിയ ഒരു ഐഡി വരട്ടെ. ഞാൻ ആർക്കാണ്ട് വേഗം വന്നോട്ടാ. 100%. നീ ആദ്യം വഴി കണ്ടു ഓടിക്കും. ഒരു വണ്ടി കിട്ടോ? സാധനം ഇരിപ്പുണ്ട് അടിക്കാൻ. അവിടെ ചോദിക്കും. ആരോമല്ലേ സാധനം ഇരിപ്പ്. എന്റെ തലമുണ്ടൻ കിട്ടിയില്ലേ? ഇവിടെ മൊത്തം വരുന്നല്ല.
എന്റെ മോന്തമ്മ മൂത്രം വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാവണേ, മനസ്സിലായ? ഉണ്ണികളിന്റെ ശബ്ദമല്ലേ കേൾക്കണത്? പുള്ളി ആരോട്ട് തോട്ടി പിടിച്ചെന്ന് തോന്നണട്ടാ. വാ 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 വാ. സോറി രാത്രി 8 ആരളിയന്മാര്? ആ എനിക്കറിയില്ല. ഉണ്ണികളി എന്തിനാ അവരോട് സോറി പറഞ്ഞേ? അതാ ഉറങ്ങണ ആളുടെ മോന്തം മൂത്ര വെച്ച് സ്വന്തം അച്ഛനേലും തല്ലില്ലേ? പിള്ളേരുണ്ടാ വിട്ടെ, നമുക്ക് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ആ ചെക്കന്റെ തലേ തന്നെ നിനക്ക് മൂത്രമൊഴിക്കണോ അല്ലേ? മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട് കണ്ണ് കണ്ട് പോയതാളിയാണ്. അളി ലോക്കൽസ് ആട്ടാ, സേഫ് അല്ല, വേം വിടാം. ഈ ലോക്കൽസിനെ കുറെ കണ്ടുള്ളടാ ഈ ഉണ്ണി. നീ കയറി വേണ്ടി ഞാൻ കയറിയിട്ട് പറയാം. കേറ്. എല്ലാരോടും അവിടെ കിടന്നല്ലാതെ ഇതുവഴി വന്നൂടെ? സ്ട്രൈറ്റ് ഞാൻ ഈ സുജിത് വാസുവിന്റെ അടുത്തോട്ട്. മൂത്രമൊഴിക്കാൻ പോലും ഞാൻ വണ്ടി എടുത്തോട്ടാ. വണ്ടി എടുത്തോ, പോവാ. പ്രാർത്ഥിച്ചിട്ട് മതി. അതല്ല, അജിമോളുടെ കീ കാണാനില്ല. ആ പോക്കറ്റിലങ്ങനെ നോക്ക്. ഇല്ലെന്നേ, നിലത്തുണ്ടാവും. ഇനി പേടിക്കടയിൽ അങ്ങനെ പോയി കാണോ? ഇതെന്തോ വാറ്റാണെന്ന് തോന്നണേ സാർ. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കൂ ബെന്നി സാറേ, പ്ലീസ്. ടീച്ചറെ റീഡിങ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. പിന്നെ മെഡിക്കൽ എടുക്കണം, 2 ജാമ്യക്കാർ വേണം. ചില്ലറ കാര്യമൊന്നുമല്ലത്. ഓ ഇനി ആവർത്തിക്കില്ല സാർ, ശരിക്കും. സംഗതി ഞാൻ വിട്ടുതരാം. പക്ഷെ നാളെ രാവിലെ സ്റ്റേഷനിൽ വരണം. മെഡിക്കലിൽ നടക്കുന്നല്ല, പക്ഷെ കേസ് അറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ കൂട്ടത്തിൽ കുടിക്കാത്ത ആരെല്ലാം ഉണ്ടാ? ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാകാൻ സമ്മതിക്കാം, ഇല്ലെങ്കിൽ ഒരു പേര് നടക്കൂലോ. ശ്രീകുട്ടി ഇങ്ങോട്ട് വാ, വേഗം വാ. ഒന്ന് പാടി. ഇവള് കുടിക്കില്ല. ആണോ? നോക്കട്ടെ, ഒന്ന് നോക്കി. സമാധാനം. കൂട്ടത്തിൽ കുടിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ, ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ശരി, നീ അവരെയും കൂട്ടി പോകണ്ടേ, വണ്ടിയിലേക്ക് പോ. മരുമോളെ കൊണ്ട് പൊക്കോ. വലിയ ഉപകാരമുണ്ട് സാറേ. ശരി ചെല്ലി. വാ, നീ വണ്ടി എടുത്തോട്ടാ. ഞാൻ തന്നെ ഓടിക്കണോ? പിന്നെ അല്ലാണ്ട് ഇവിടുന്ന് പോണ്ടേ? വേണോ? വേഗം സ്റ്റാർട്ട് ചെയ്യാൻ. ചവിട്ടിപ്പിടിക്ക്, ബ്രേക്കില് കാല്. മോളെ ഫസ്റ്റിലിട്. ആ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യ്. ഇനി ഫസ്റ്റിലിട്ട് നേരെ ഫസ്റ്റിലിട്ടു. എടുത്തോ എടുത്തോ. ഇവരുടെ പോക്കാനായിട്ട് വൈപ്പിനെത്തുമ്പോഴേക്ക് ന്യൂ ഇയർ കഴിയും. മോളെ ഓക്കെ അല്ലേ? എന്നാ മോളെ വണ്ടി കയറിക്കോ. വാ. നീ എങ്ങോട്ടാ പോന്നേ? വണ്ടി എടുക്കാൻ. ഓടിച്ചതൊക്കെ മതി. നിന്നെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് എന്നെ വേണ പറയാം. പോടി അങ്ങോട്ട്. പിന്നെ ഞാനില്ലേ കാണായിരുന്നു. അതെ, അന്ന് അവൻ പോയിട്ട് പിന്നെ നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ? ആര്? സുജിത്തിനെയോ? കണ്ടു. എടാ ഞാൻ പോവാ, ബൈ. എന്റെ മുമ്പിൽ നിന്ന് പൊക്കെ. ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല. എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരു പെണ്ണും പൊറുക്കത്തേറ്റാ ഞാൻ എന്നോട് ചെയ്തത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, പക്ഷെ എന്നെ വേണ്ടെന്ന് മാത്രം പറയരുത്. ഞാനിപ്പോ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ആരാ? രാത്രി സമയത്ത് ഏതൊരുത്തരെ വീട്ടിൽ വിളിച്ച് കയറ്റി പെണ്ണ്. അതിനെന്ത് മറുപടി നിനക്ക് പറയാനുള്ളത്? എടോ, ഒന്ന് നാട്ടുകാരൊക്കെ കൂടിയപ്പോ എനിക്ക് എന്താ പറയണ്ടെന്നോ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. സത്യം പറഞ്ഞ പേടിച്ചിട്ടാ. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇത്രയൊക്കെ ചെയ്ത് നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അതുകൂടെ പറഞ്ഞതാ. തെറ്റെന്റെ ഭാഗത്താ. വേണേ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം, എന്ത് വേണം ചെയ്യാം. പക്ഷെ എന്നോട് ഒഴിഞ്ഞു പോകാൻ മാത്രം നീ പറയരുത്. ഇത് പറയാൻ വേണ്ടി ഞാൻ 6 ദിവസം നിന്റെ പുറകെ നടക്കുന്നു. എന്നാ നീ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കേ. മോളെ ഒരു 2 ദിവസം സമയം താ. എൻ്റെ വീട്ടിലെ അവസ്ഥ അറിയില്ല എനിക്ക്. ഞാൻ എന്തായാലും വന്ന് പറയും. എടോ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റൂല. ആ സമയത്തൊക്കെ ആകെ പ്രശ്നമായിരുന്നു.
പുറത്തിറങ്ങിയ നാട്ടുകാരുടെ കളിയാക്കലും ചിരിയും. അതിനപ്പുറമായിരുന്നു വീട്ടിലെ സ്ഥിതി. എന്നെ കണ്ണിന് നേരെ കണ്ട അമ്മ അപ്പൊ തുടങ്ങും കുത്തുവാക്കും ചീത്തകളും. വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഇനി നാട്ടുകാർ എന്തറിയാനാ ബാക്കിയുള്ളേ? ഡീ ഒന്നവിടെ നിന്നേ. നീ മാത്രമല്ല, ഇവളൂടെ ഉണ്ട് ഇവിടെ. ഇവളുടെ ഭാവിയും കൂടെ നോക്കണം ഞങ്ങൾക്ക്. അന്നേരം തന്നെ ഇറങ്ങി ഓടിയില്ലേ? ഇനി ആ മറ്റവനെ മനസ്സിൽ കണ്ടോടാണ് ഇപ്പോഴും നീ ജീവിക്കുന്നെങ്കിലേ എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. അവൻ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ട. ബീനമേമ ഒരു ആലോചന കൊണ്ട് വന്നിട്ടുണ്ട്. നാളെ പെണ്ണ് കാണാൻ വരുമോ അവര്. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ അവര് വരുന്നേ. നിനക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ അത് നടത്തും. നോക്കിക്കോ. ആ പിന്നെ മതി മതി മോള് ചെല്ലു, നമുക്ക് പിന്നെ സംസാരിക്കാം. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നേ. നീ ഒന്ന് അടങ്ങ്, ഞാൻ സംസാരിച്ചോളാം. ഹലോ ഹലോ പറടോ. നാളെ എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അവരിത് എന്തായാലും നടത്തും. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വരട്ടെ, പെണ്ണുണ്ട് പോട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. നീ എന്തൊരു നിസ്സാരമായിട്ട് ഇത് പറയുന്നേ? എന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് നന്നായി അറിയാം മോളെ. അറിയണ്ടല്ലേ ഈ പറയണേ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, അതിനാരും വന്നാലും. എന്നാ പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? നമുക്ക് ബാംഗ്ലൂർക്ക് എങ്ങനെ പോയാലോ? അവിടെ പോയി കല്യാണം രജിസ്റ്റർ ചെയ്യാം. ഒരു 1.5 മാസം കഴിയുമ്പോൾ വീട്ടുകാരെ നമ്മളെ തിരിച്ചു വിളിക്കും. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല. നിങ്ങൾക്കറിയാലോ, ജോലിയും കൂലിയില്ലാണ്ട് കല്യാണക്കാർ വീട്ടിൽ പറഞ്ഞുള്ള അവസ്ഥ. ബാംഗ്ലൂർ ആരാ ഉള്ളേ? നമ്മുടെ വിനോദില്ലേ, അവൻ ബാംഗ്ലൂരാ. തൽക്കാലമല്ല അവൻ അറേഞ്ച് ചെയ്യും. എനിക്കൊരു 4 ദിവസം കൂടി സമയം താ, ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാം. എന്നിട്ട് 17-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. അടിപൊളി. എനിക്ക് പതുക്കെ ഒരാശ്വാസമൊക്കെ തോന്നി തുടങ്ങി. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയും പോയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഒന്ന് സെറ്റാക്കിട്ട് പറ, വിളിക്കണേ. ഹലോ ഹലോ, എവിടെയത്? എത്ര ദിവസമായിട്ട് ഞാൻ വിളിക്കുക. ഞാൻ ഒടുക്കത്തെ ഓട്ടത്തിലായിരുന്നു മോളെ, കാശ് ഒപ്പിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. വെക്കല്ലേ. എന്താ കാര്യം? ഞാൻ 2 ദിവസമായിട്ട് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എൻ്റെ മോള് മറ്റൊന്ന് പോകുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. നീ ആണെങ്കിലും ഒന്നും പറയുന്നുമില്ല. അങ്ങനെ സീനൊന്നുമില്ല. അവിടെ ചെന്ന താമസം പ്രശ്നമൊക്കെ നോക്കണ്ടേ. ചിലപ്പോൾ 2 മാസം താമസിക്കേണ്ടി വന്നല്ലോ. അപ്പം അതിനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ഞാൻ. ഇതാണോ പ്രശ്നം? ഇതൊക്കെ എന്നോട് പറഞ്ഞാൽ പോരെ? എന്താ കാണുന്ന പറഞ്ഞേ? ദേ, ഇത് വെച്ചോ. നീ ഇനി ഓടണ്ട. ഇത് വിറ്റോ പണയം വെച്ചോ പൈസ വാങ്ങ്. എന്താ മോളെ ഇത്? എന്തൊക്കെയാ കാണിക്കണേ? ഗോൾഡ് ഒന്നും വേണ്ട, കുറച്ച് കഷ്ടപ്പെടാൻ സാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തോളാം. എവിടുന്ന് സെറ്റാക്കുമെന്നാ ഈ പറയുന്നേ? നമുക്ക് നാളെ പോകണ്ടേ? എന്നാലും ഇത് വേണ്ട. അങ്ങനെ പറയല്ലേ. ഇത് കൊണ്ടുപോ പ്ലീസ്. എടോ, വേഗം പോ. അന്ന് പോയിട്ട് ഞാൻ അവനെ കുറേ വിളിച്ചു, കിട്ടിയില്ല. ഫോണാണെങ്കിൽ ഓഫും. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. ഞാൻ അവനെ വീട്ടിലും നാട്ടിലൊക്കെ അന്വേഷിച്ചു, അവിടെ എങ്ങും കണ്ടില്ല.
സംശയം തോന്നി. ഞാൻ പുതിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി സുജിത്തിനെ സെർച്ച് ചെയ്തപ്പോൾ അവൻ നാട്ടിലെങ്ങും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. ആ നോറി നീ പിന്നെ കണ്ടില്ലേ? കണ്ടു. എന്ന്? ഇന്ന്. ഇന്നോ? അതെ, ഇന്ന്. ഇവിടെ പായസം കിട്ടിയില്ല ചേട്ടാ. ഇവിടെ ചേട്ടാ പായസം കൊണ്ടുവാ. ഇത്രയ്ക്ക് തെണ്ടി എന്ന് പ്രേമിച്ച് നടന്നപ്പോ മനസ്സിലായില്ലേ മോളെ? ഇല്ല. പിന്നെ ഞാൻ അറിയുന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയായിരുന്നെന്ന്. ചേച്ചി ഇതാണോ ആള്? കാണിച്ചേ. ഇവനൊന്ന് കണ്ടാ പോരാ, കൊടുക്കണം. നല്ല ചെവിക്കുറ്റി നോക്കി കൊടുക്കണം. വേണ്ടേ? വേണം. അവന്റെ ഒക്കെ കുടുംബത്തേരെ അടിക്കണം.